മടുത്തടാ ജീവിതം. എന്നാ പരിപാടി? ഒന്നാ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശുഭാപ്തി വിശ്വാസം കൈവിടല്ലേടാവേ. എൻ്റെ പൊന്നടാവേ, എൻ്റെ ജീവിതം നായ നയ്ക്കാലും ഞാൻ സഹിക്കും. നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റാതെ ഇമാതിരി കടുകട്ടി വാക്കെടുത്ത് ഉപയോഗിക്കില്ലേ. എടാ, നീ ആദ്യം നിന്റെ ഈ പുച്ഛ അഹങ്കാരം ഒന്ന് മാറ്റി. എന്നാൽ തന്നെ നീ രക്ഷപ്പെടാനുള്ള ചിന്തവും കടോണം. ഷൈൻറ്റോമോ? എടാ, മറ്റേ ആ ലക്ഷണമില്ലേ? എടാ, അത് ഷൈൻറ്റോമല്ല, സിംറ്റം. സിംറ്റം എന്നാണേനാ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? എന്നാടാ നോക്കി അവിടെ ഒരുത്ത് കിടക്കുന്നുണ്ടോ? എടാ, അത് മറ്റവനല്ലടാ. അത് ഇത് മറ്റവനല്ലടാ, ഇതാ പുരാവസ്തു ഗവേഷണത്തിൽ ജോലി ചെയ്യുന്ന പുള്ളിയാ. പുള്ളിയാണ് പാക്കം പതുങ്ങി ഇവിടെ. സംതിങ് ഫിഷി. ശരിയാടാ, എന്തോ ചീഞ്ഞു മാറുന്നുണ്ട്. സോറി അല്ലയാ, ഇന്നലെ രാത്രി ചക്കക്കുരി പുളിച്ചറിയുന്നു. എൻ്റെ പിടി വിട്ടുപോയതാ. വെറുതെ അവനെ സംശയിച്ചു. നീ തന്നെ പറഞ്ഞു ഇയാൾക്ക് പഴയ വസ്തു കച്ചവടം വന്നു. അതുകൊണ്ടായിരിക്കും ഈ പഴയ വസ്തു വന്നത്. നല്ല പഴക്കമുള്ള വീടാ. മൊയിൻ്റെ, പഴയ വസ്തു അല്ല, പുരാവസ്തു, ആർക്കിയോളജി. ഹലോ ഗൂഗിൾ, എന്താണ് പുരാവസ്തു? എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ? ഇവൻ ജോലി ചെയ്യുന്ന പുരാവസ്തു വകുപ്പിൽ ഒരുപാട് നിധികളും രത്നങ്ങളൊക്കെ ഉണ്ട്. ഈ അളി എന്തോ ചാമ്പിയിട്ടുണ്ട്, അത് ഒളിച്ച് വെക്കുമോ അവിടെ. നമുക്കത് ബുക്ക് ചെയ്യാനോ? അവൻ പോട്ടെ, നമുക്കത് പൊക്കാം. നമ്മുടെ സമയം തെളിഞ്ഞു തോന്നില്ല. നീ ഇതിപ്പോൾ തന്നെ വീണ്ടും ഫോൺ എടുക്ക്. അതിൻ്റെ മാർക്കറ്റ് കൂടെ നോക്കാനാണോ? എടാ, അതിനാദ്യം അതിനകത്ത് എന്നാന്ന് അറിയട്ടെ, എന്നിട്ട് നോക്കാം. എടാ, അതല്ലടാ, ആ മാടക്കടയിലെ ചെറിയാനില്ലേ, അവനോടൊരു സിപ്പപ്പ് ചോദിച്ചപ്പോൾ അവനെന്നെ ആട്ടി വിട്ടു. ഞാനിന്ന് അവൻ്റെ കടയ്ക്ക് വില പറയും. നമ്മൾ രക്ഷപ്പെടാൻ പോവല്ലേ എളിയാ. പോക്കട്ടെ, വേഗം എടുക്ക്, എടുത്തിട്ട് അഴിക്ക്. കൊല കൊലയെങ്കിൽ കൊല എടുക്കടേ. നമുക്ക് ചെറിയാനെ തന്നെ കൊണ്ട കൊടുക്കാം. ഇത് കൊടുക്കാൻ പറ്റിയ ആൾ ചെറിയാൻ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. കൈയെടുക്കളാത്തി, മനുഷ്യൻ ഇവിടെ മൂഞ്ചി അടിച്ച് നിൽക്കുമ്പോഴത്തേക്കാ. നീ വലിയ വർത്താനം പറയൂ. നീ എന്തിനാ എൻ്റെ തോളൊക്കെ ഇടുന്നു? ഇവിടെ നിന്നെ കൊണ്ടൊക്കെ എന്നാ ശല്യം പറയാം. വീട്ടിലെ പെരപ്പൻ്റെ ശല്യം കാരണം ഈ പറമ്പിൽ കൊണ്ട് ഈ വാഴക്കൊലമാണ് പഴിപ്പിക്കാൻ കുഴിച്ചിട്ടത്. ഇവിടെ വന്ന ശല്യം തോരപ്പം രണ്ടെണ്ണം കൂടെ. ചെറിയാൻ്റെ കടയിൽ കൊല കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് എടുത്താ ഒന്ന് പിടികൂടാം. ആ ഓഫർ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ അവനോട് നമുക്കും പോയി ജിമ്മിൽ ചേരാന്ന്.